കണ്ട പഞ്ചാരച്ചാക്ക് എവിടെയോ ചാരി വെച്ചിരിക്കുന്ന പോലെ. നോട്ടം കണ്ടോ? ചില ഷാപ്പിൽ പൂച്ച നോക്കുന്ന പോലെ. നീ ആലോചന നിർത്തുക കമലാസന. എനിക്ക് സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ. സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ. എന്നത്തിനാ? എന്നെ കണ്ടില്ല അമ്മ കരയും. എന്നെ കണ്ടില്ല അമ്മ കരയും. അവിടെ ചെന്നിട്ട് എന്നത്തിനാ? അമ്മയുടെ കരച്ചിൽ കാണാനല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ യാതൊരു ഗുണവും ഇല്ലല്ലോ. കമലാസന, എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. ഈ ഡ്രസ് ഒന്ന് മാറ്റട്ടെ. നീ ഒന്ന് സമ്മതിക്ക്. നിങ്ങൾ വലിയ ചൈനീസ് കരാട്ടക്കാരൻ അർജുൻലിയാണെന്ന് പറഞ്ഞ് ഈ വേഷം കെട്ടിച്ച എന്നാത്തിനാ? അത് പിന്നെ മഴവിൽ മനോരമയിലെ ഉഗ്ര ഊഷ്മളം പരിപാടി പങ്കെടുക്കാൻ ഒരെണ്ണം അങ്ങ് വെച്ച് തന്നുണ്ടല്ലോ. ഉഗ്ര ഊഷ്മലം അല്ല, ഉഗ്ര ഉജ്ജ്വലം. അതിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനമായി 25 ലക്ഷം രൂപ കിട്ടിയാൽ ആർക്കാത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. എന്നിട്ട് കിടന്ന് അവൻ തോറ്റ് കുളവാക്കിയിട്ട് വന്നിരിക്കുന്നു ഇവിടെ. ശരിയാ, ലക്ഷങ്ങൾ സമ്മാനം കിട്ടുമെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ അതിനകത്ത് അങ്ങ് വീണ്ടുപോയി. അങ്ങനെ ഈ വേഷവും കെട്ടി. അല്ല, എനിക്ക് ഐസ് കട്ട തല്ലിപ്പൊട്ടിക്കാനും കമ്പി ഉളയ്ക്കാനും ഒന്നും പറ്റത്തില്ല. ഇതിപ്പോ സമ്മാനവും കിട്ടിയില്ല, ആകെ നാണക്കേടുമായി. അമ്മയെങ്ങാനും ഇതറിഞ്ഞാലേ അമ്മ അങ്ങ് ബ്രൂസിലി ആവും. മോഹനവല് ജാക്കിച്ചാനും രണ്ടും കൂടെ എന്നെ കൊല്ലും. നിങ്ങളെ കൊല്ലണം. നിങ്ങളുണ്ടല്ലോ, മലയാളിയുടെ പേര് കളയാൻ വേണ്ടി ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ. ഐസ് തിന്നാൻ പഠിച്ചാൽ മാത്രം പോരാ, അത് പൊട്ടിക്കാനും കൂടെ പഠിക്കണം. നിങ്ങൾ ആ ബംഗാളി പിള്ളേരെ കണ്ടുപിടിക്കുക. ഈ കൈയുടെ വണ്ണമുള്ള കമ്പി ഉണ്ടല്ലോ, ഉമ്മ കൈ കൊടിച്ച് ഊരോട്ട് കളയുക. ഇത് നിങ്ങളെ കൊണ്ടുപോയി എന്നെ വേണം ആദ്യം തല്ലാനായിട്ട്. കഴിഞ്ഞതോ കഴിഞ്ഞു. ഇനിയിപ്പോ ഈ വേഷമൊക്കെ അഴിച്ചു വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം കമലാസന. വീട്ടിൽ പോകണ്ട. എന്താ പോയാല്? നാളെ രാവിലെ പോയാൽ മതി. ഞാൻ ലോഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഡ്ജോ? എവിടെ? ഇത് തന്നെ. ഇത് ലോഡ്ജായിട്ട് അങ്ങ് സങ്കല്പിച്ചാൽ മതി. നിങ്ങൾക്കേ ഇത് തന്നെ അധികമാണ്. രാത്രിയിൽ എന്തുവാ പരിപാടി? രാത്രിയിൽ ഞാൻ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ, കാശുണ്ട്, ഇതുമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് കിടപ്പുണ്ട്. അവിടെ നമ്മൾ കരാട്ട ക്ലാസ് ആരംഭിക്കുന്നു. കരാട്ടെ ക്ലാസ്സോ? ആ, കരാട്ട ക്ലാസ് എടുക്കുന്നത് ആരാ? ചൈനയുടെ പൊന്നോമന പുത്രൻ, ബ്ലാക്ക് ബെൽറ്റ് അർജുൻ ലീ. ഈ ഞാൻ. നിങ്ങളല്ലേ അത്? അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതെന്താ? അമ്മയുടെ അടി എടുക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ കമലാസന. ഞാൻ ക്ലാസ് എടുക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റും. ഈ കരാട്ടെ കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ തരാം. അത് രാത്രി കുത്തിപ്പിടിച്ചിരുന്നെങ്കിൽ വായിച്ചാൽ മതി. എന്നിട്ട് ഈ ഡ്രസ്സിൽ നല്ല ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ടത് നാട് മൊത്തം ഒട്ടിക്കുക. ഒരു കുട്ടി എടുക്കുന്നേ 1000 രൂപ വെച്ചാ വാങ്ങിക്കുന്നത്. നോക്കിയാ 10 പേരുടെ എത്ര രൂപ കിട്ടും? 10,000 രൂപ കിട്ടും. 8,000 എനിക്കും 2,000 നിങ്ങൾക്കും. 8,000 എനിക്കും 2,000 നിങ്ങൾക്കും. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ എന്നാ? 2,000 എനിക്ക് 8,000 നിനക്കും. ഓക്കെ, സമ്മതിച്ചു. അല്ലല്ല, 8,000 എനിക്കും 2,000 നിനക്കും. ഞാനല്ലേ ഈ അലയുന്നത്. അതൊന്നും വേണ്ട. ശരി, 2,000 എനിക്കും 2,000 നിങ്ങൾക്കും. സമ്മതിച്ചിരിക്കും. ഓക്കെ. പോസ്റ്ററൊക്കെ ഒട്ടിച്ച വീട്ടിലെല്ലാവരും അറിയത്തില്ലയോ കമലാസന? ആരും അറിയാൻ പോകുന്നില്ലെന്ന്. ഈ വേഷത്തിൽ എനിക്ക് തന്നെ നിങ്ങളെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങൾ ആരാ? കണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും മനസ്സിലാകത്തില്ലെന്ന്. ഓക്കെ അല്ലേ?